നമസ്കാരം. ഈ സ്കിസോഫ്രീനിയ എന്ന് പറയുന്നതാണ് ശരിക്കുമുള്ള ഭ്രാന്ത് എന്ന് പറയുന്നത്. അതായത് ബ്രേക്കിംഗ് വിത്ത് റിയാലിറ്റി, റിയൽ വേൾഡുമായിട്ട്, യഥാർത്ഥ ലോകവുമായിട്ട് ഒരു ബന്ധം വിച്ഛേദിക്കുക. എന്നിട്ട് അവരുടെ മാത്രമായിട്ടുള്ള ലോകത്ത് ജീവിക്കുക. അവർക്ക് ഇല്ലാത്തതുണ്ടെന്ന് തോന്നുന്ന ഇല്ലാത്ത വസ്തു ഉണ്ടെന്ന് തോന്നുക, ഇല്ലാത്ത ശബ്ദം ഉണ്ടെന്ന് കേൾക്കുക, അങ്ങനെയുള്ള ഹലൂസിനേഷൻസ് ഉണ്ടാകാം. അവരുടെ മനസ്സിൽ ഫിക്സഡായിട്ടുള്ള ചില ചിന്തകളുണ്ടാവാം. ഞാൻ ദൈവമാണ്, അല്ലെങ്കിൽ ദൈവം പറഞ്ഞയച്ച ആളാണ്, ദേവതയാണ്, അങ്ങനെയൊക്കെയുള്ള ഡെല്യൂഷൻസ് ഉണ്ടാവാം. ഒപ്പം തന്നെ ഇല്യൂഷൻസ് ഉണ്ടാവാം. അതായത് ഒരു യഥാർത്ഥ കാര്യം, ഇതാണ് യാഥാർത്ഥ്യം, ഇത് കയറാണ് എന്ന് പറഞ്ഞാലും മനസ്സിലാക്കാതെ ഇത് പാമ്പാണെന്ന് വിശ്വസിക്കുക. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് ഐക്യമത്യത്തോട് വേണം, അത് പോരാ, എൻ്റെ ദൈവമാണ് വലുത് എന്ന് ചിന്തിക്കുക. അങ്ങനെയൊക്കെയുള്ള അത് ഫിക്സഡായിട്ടുള്ള ഒരു പെർസെപ്ഷനാണ്, ഒരു ചിന്തയാണ് അത് അവർക്ക് അങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ചേർന്ന ഒന്ന് മത തീവ്രവാദത്തിനും അല്ലെങ്കിൽ ഓവറായിട്ടുള്ള മതചിന്തയ്ക്കും പിന്നിലുണ്ടോ? എനിക്ക് തോന്നിയ സംശയമാണ്. ഉണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് അവർ വിചാരിക്കുന്നു അവരുടെ മാത്രം ഒരു ഫിക്സഡ് ഐഡിയ, അതായത് ഡെല്യൂഷൻ, എൻ്റെ ദൈവം അതാണ് വലുത്, അതുകൊണ്ട് ഈ ചുറ്റുമുള്ളവരെല്ലാം നരകത്തിൽ പോകും, അവരെ എല്ലാം എൻ്റെ മതത്തിലേക്ക് മാറ്റുക ഏതോ കാലത്ത് എഴുതി വയ്ക്കുന്ന മതഗ്രന്ഥങ്ങളിലുള്ളത് മാത്രമാണ് സയൻസ്. അതിൽ സയൻസ് കണ്ടുപിടിച്ചിട്ട് ആ സയൻസ് ഈ ലോകത്ത് പടർത്തുക, അതിലേക്ക് വരാത്തവരെ ഉപദ്രവിക്കുക, കൊല്ലുക. പിന്നെ അതുപോലെ തന്നെ ഒരു പാരനോയിഡ് കണ്ടീഷൻസ് അവർക്കുണ്ടാവാറുണ്ട്. നമ്മളതിനെ പണ്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പാരനോയിഡ് സ്കിസോഫ്രീനിയാണ്. അതായത് ഇപ്പോൾ ചിലപ്പോൾ അവർക്ക് തോന്നും, അയാൾ എന്നെ ഉപദ്രവിക്കാനാണ്, അയാൾ എൻ്റെ ശത്രുവാണ്, ആ മതക്കാരൻ എൻ്റെ ശത്രുവാണ്, ഇവരെല്ലാം എൻ്റെ ശത്രുക്കളാണ്, ഇവരെ ഞങ്ങൾ ഈ രാജ്യത്തു നിന്ന് പുറത്താക്കും എന്നൊക്കെയുള്ളൊരു തോന്നൽ വരിക. അപ്പോൾ അവരെ ശത്രുക്കളായി കാണുക. അത് ഏത് മതക്കാർക്കും ഉണ്ടാവും. ഓവറായിട്ട് ചിന്തിച്ച് വല്ലാത്തൊരു അന്ധവിശ്വാസത്തിലേക്ക് പോയി ഒരു ചിന്തയിലേക്ക് എത്തിച്ചേരുന്നതാണിത്. അതിന് വേറെ ചില ബ്രെയിനിലുള്ള ഫങ്ഷൻസും അതുപോലെ കെമിക്കൽസും ഒക്കെ ബാധകമായിരിക്കാം. എങ്കിൽ പോലും അങ്ങനെ തീവ്രമായിട്ടുള്ള ഞാനൊരു വിക്റ്റിമാണ്, ഞാനതിൻ്റെ ഇരവാദം, അതായിരിക്കാം പലപ്പോഴും തീവ്രവാദത്തിലേക്ക് നയിക്കുന്നത്. അതുപോലെ ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കും. ദൈവം പറയുന്നു, അവരുടെ ചെവിയിൽ പറയുന്നു, അവൻ ശത്രുവാണ്, അവനെ നിഗ്രഹിക്കുക, ഞാനാണ് യഥാർത്ഥ ദൈവം, എന്നിൽ വിശ്വസിക്കുക. നോക്കൂ, നമുക്ക് ഏറ്റവും ശാന്തമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന വളരെ ശുദ്ധമായ ഒരു ദൈവമുണ്ട്, ശുദ്ധനായ സ്വയം ബലിയർപ്പിച്ച ദൈവം. ആ ദൈവത്തിൻ്റെ പേരിൽ പോലും നമ്മളെ വെറുപ്പിക്കുന്ന ചില ജനങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? തെരുവുകളിൽ പ്രസംഗിച്ചും ലീഫ്ലെറ്റ്സൊക്കെ വിതറിയുമൊക്കെ. അവരും ഈ രോഗത്തിന് അടിമകളാണ്. അപ്പോൾ അന്ധവിശ്വാസം, ഓവറായിട്ടുള്ള ആത്മീയത, ഈ തീവ്രവാദം, സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന ആ ഭ്രാന്ത്, ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇത്തരക്കാർ ചിലപ്പോൾ അതിബുദ്ധിമാന്മാരായിരിക്കാം. പക്ഷേ അവർ ആ അതിബുദ്ധിയിൽ നിന്നും ഒരു വല്ലാത്ത വഴിയിലേക്ക് തിരിയുകയാണ്. നിദ്ര എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സിദ്ധാർത്ഥ് ഭരതനും റിമ കലിംഗലൊക്കെ അഭിനയിച്ച. അതിലയാളുടെ അസുഖം എന്ന് പറയുന്നത് ഏകദേശം സ്കിസോഫ്രീനിയ തന്നെയാണ്. അയാളുടെ ചേട്ടൻ അയാളെ കൊല്ലാൻ വരുന്നതായിട്ട് തോന്നുന്നതും ചേട്ടനെ കൊല്ലാൻ ശ്രമിക്കുന്നതുമൊക്കെ. അതുപോലെ തന്നെയാണ് ഈ മതങ്ങൾ. അതായത് അന്ന് പണ്ട് കാലത്ത് എഴുതി വച്ചിരുന്ന ചില ചിന്തകൾ അതിപ്പോഴുള്ള ഈ ആധുനിക കാലത്തും അത്യാധുനിക കാലത്തും ചെറുപ്പക്കാർ മനസ്സിലേറുകയും അത് കൂടി അത് പ്രഭാഷണങ്ങളിലൂടും മറ്റും അവരുടെ ചെവിയിലെത്തിപ്പെടുമ്പോൾ അവർ ചിന്തിക്കാൻ തുടങ്ങുകയും അവർ ആ യഥാർത്ഥ ലോകത്തിൽ നിന്നും, സെക്യുലറിസം എന്നുള്ളതിൽ നിന്നും മാറി അവർ അവരുടേതായിട്ടുള്ള ഒരു ലോകത്തേക്ക് പോവുകയും ചെയ്യുന്നു. അവരുടേതാണ് ലോകം, അതാണ് ഈ ലോകം മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു മാനസികമായ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മുടെ സൊസൈറ്റിക്ക് കൊടുക്കേണ്ടത് ആവശ്യമാണോ? ഒന്ന് ചിന്തിച്ച് നോക്കൂ.